ഹായ്, ഞാൻ സാധാരണ പറയുന്നത് യുക്തിവാദിയല്ല സംഖ്യവാദിയാണ് ഇവനെന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോഴാണല്ലോ കുഴപ്പം. ഏതായാലും പങ്കജനാഭൻ എന്ന് പറയുന്ന ഒരാൾ യുക്തിവാദി, പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ പോസ്റ്റിൽ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നത് മിസ്റ്റർ ആരിഫ് കിണ്ണനെയാണ്. ഇവനൊരു ഫ്രോഡാണ്. ഇതിപ്പോൾ കേരളത്തിലെ ഇവനും ജബ്ബാർ മാഷും തുടങ്ങി മുസ്ലിം നാമധാരികൾ മുഴുവൻ വിടുമോ? ഇവൻ കാരണം മൊത്തം മുസ്ലിമായിട്ടുള്ള എല്ലാ യുക്തിവാദികളെയും സംശയത്തിന്റെ നെല്ലി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇവനെ തൂക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ജബ്ബാർ മാഷിന് ഇത് കിട്ടും എന്നുള്ളത് ഉറച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജബ്ബാർ മാഷ് ഇവർ നടത്തിയ ലിബറൽ എന്ന പരിപാടിയിൽ പങ്കെടുക്കാതെ മാറിയുന്നത്. അങ്ങനെയൊന്നും കാര്യമില്ല. ജബ്ബാർ അളിയൻ കൊണ്ടു കിടക്കുന്ന ലിയാക്കത്ത് ഇതിന്റെ വാപ്പാണ്. ഇവൻ കൊച്ചാപ്പാണെങ്കിൽ അവൻ വല്യാപ്പാണ്. രണ്ടും കണക്കാ, സംഘികളാ. മേത്തന്മാർക്ക് ഈ മേത്തമൂത്ത സംഘി എന്നുള്ള ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ ഉള്ളത് കാര്യങ്ങൾ. അതല്ല, ഇവൻ പേരെഴുതി ലിസ്റ്റ് ഇടുന്ന മുസ്ലിങ്ങളോട് പറയാനുള്ളത്, ഇവൻ പോകുന്ന അടുത്തുകൂടെ പോലും പോവാതിരിക്കുക. ഇവൻ തന്നെ ബ്ലേഡ് കൊണ്ട് പോലും കേസാക്കും. പേഴ്സിക്യൂഷൻ ചാർജ് ചെയ്ത് വല്ല സ്കാൻഡിനേവിയൻ എത്തിസ്റ്റ് സംഘടനകളുടെയും വിസ ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. ബി അവെയർ ഓഫ് യുവർ സെൽഫ്. അതായത് ഇവ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇതായിരുന്നു: കേരളത്തിലെ 88,000 മുസ്ലിങ്ങൾ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്നവരാണ്. 88,000 മുസ്ലിങ്ങൾ എന്നൊരു നമ്പർ അത്രയുണ്ടെന്ന് അറിയാം കേട്ടോ. അവന് കൃത്യമായിട്ട് അറിയാമെന്നാണ്. 88,000 പേരാണ് ആകെ മൊത്തം മുസ്ലിം ആൾക്കാരെന്നും. അപ്പോൾ അവരത്രയും ഇതുപോലെ നിൽക്കുകയാണ്. ഈ കണക്ക് എന്താണ് അവന് ആ 88,000 കണക്ക് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ആ പൊട്ടത്തരത്തിന് മറുപടി കൊടുത്തിരിക്കുന്നത് യുക്തിവാദികളാണ്. യുക്തിവാദികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവൻ ശരിക്കും യുക്തിവാദിയല്ല, കള്ളനാണെന്നത്. നമ്മൾ പറയുമ്പോൾ ആരും വിശ്വസിക്കാൻ തയ്യാറാകത്തില്ല. വാസ്തവത്തിൽ ഈ ജാമിത മുമ്പ് യുക്തിവാദികളെ പറ്റിച്ചിരുന്നു. യുക്തിവാദികൾ ജാമിതയ്ക്ക് വേണ്ടിയിട്ട് ജാമിതയെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞപ്പം ജാമിതയ്ക്ക് വേണ്ടിയിട്ട് കളക്ട്രേറ്റിന്റെ മുന്നിൽ പോയിരുന്ന് ഭയങ്കര സത്യാഗ്രഹമൊക്കെ നടത്തി. എപ്പോഴാണ് ആരോ ഒരാൾ ചോദിച്ചത്, എങ്കിൽ പിന്നെ ഈ ആക്രമിച്ചതിന് അടുത്ത വീടുകളിലെങ്കിലും പിന്നെ CCTV ഉണ്ടാവത്തില്ല, നിങ്ങൾ CCTV കൊണ്ടുവന്നൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജാമിതയ്ക്കും CCTV ഇല്ല, യുക്തിവാദികളുടെ കയ്യിലും അതില്ല. അവർക്ക് മനസ്സിലായത് പറ്റിക്കുന്നതാണെന്ന്. നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. കാമിതയെ 8 നിലയിൽ അങ്ങോട്ട് പറ്റിച്ചു. അന്ന് ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ളവർ കാമിതയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം മനസ്സിലായി. ഇപ്പം ആരും ആ വഴിക്കേ പോകാറില്ല. ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കള്ളത്തരം മാത്രമാണ് ഇവരുടെ എല്ലാം ഒരു പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ അധിക ബുദ്ധിയൊന്നും വേണ്ട. ശരിയാണ്, ഞാൻ അത് തർക്കിക്കുന്നില്ല. ആ വിഭാഗത്തിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പലരും വന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നതുണ്ട്. നിങ്ങൾക്ക് പൊരുതാൻ അറിയാത്തതിൻ്റെ ഇത് ആ മതത്തിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്നതല്ലല്ലോ ശരി. ഇപ്പോൾ വീട്ടുകാർ നമ്മളോട് ഒരു നിഷ്ഠ പറയുകയാണെങ്കിൽ നിഷ്ഠയ്ക്ക് നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഖണ്ഡിക്കാമല്ലോ, നമുക്ക് തിരിച്ച് പറയാമല്ലോ. അതിന് പകരം മതത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. ഇനി ഏതെങ്കിലും ഉസ്താക്കന്മാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് മൂക്ക് കയറിടാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയാൻ പഠിക്കുക തന്നെ വേണം. അതിന് പകരം മതത്തിനെ കുറ്റം പറയുന്നത് ശരിയല്ല. ഇവൻ്റെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഇവൻ്റെ സുന ആരാണ്ട നല്ലപോലെ കയറ്റി ചെത്തി. അത് ചെത്താൻ അറിയാത്ത ഒരുത്തൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ടില്ലേ, തൊലിയെ ചെത്തോള്. മൊത്തം കയറ്റി ചെത്തിയ ഇവൻ്റെ സുന തന്നെ നഷ്ടപ്പെടുത്തിയത്, അവൻ്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോയതിന് ഇവൻ മതത്തിനെ കുറ്റം പറയുന്നത് നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ഇവനെ പ്രത്യേകിച്ച് ഒരു യുക്തിവാദം തലയിൽ കയറിയിട്ടില്ല. ഇവൻ ഏറ്റവും കൂടുതൽ സംഖ്യകൾക്ക് അനുകൂലമായി സംസാരിക്കുകയാണ്. മുമ്പൊക്കെ ഇവന് കുറച്ച് ഭയപ്പാടുണ്ടായിരുന്നു അങ്ങനെ പറയാൻ. ഇപ്പോൾ അവൻ വളരെ ഓപ്പണായി വളരെ സന്തോഷത്തോടു കൂടി പറയുന്നത് സംഖ്യവാദം തന്നെയാണ്. പലയിടങ്ങളിലും പോയിട്ട് എക്സ് മുസ്ലിം ആണെന്ന് പറയുന്നതിനേക്കാൾ ഒരു മുസ്ലിമിൻ്റെ വക്താവായിട്ട് ഇയാൾ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവന് നല്ല ചെരുപ്പിനേർ കൊടുക്കേണ്ടതാണ്. എന്തായാലും ഇവനെ ചുമന്നുകൊണ്ടിരുന്ന സത്യൻ, മറ്റേ സജീവ് അന്തിക്കാട്, സത്യനല്ല സജീവ് അന്തിക്കാടിന് പറയാനുള്ളതും കൂടെ കേൾക്കാം. പരിപാടി അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഒരു കുറച്ച് ആൾക്കാർ ഇതിലെ ആളുകളെ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമം തുടങ്ങി. ഇത് കുറേ കാലമായിട്ടുണ്ട്. അത് ആരിഫ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണെന്നൊന്നുമില്ല, പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാൻ വഴിയുണ്ട്. നമുക്കറിയാം, ഒരു 10-80 കൊല്ലം മുമ്പ് തന്നെ നമ്മുടെ നവോത്ഥാന നായകരുടെ കൂടി ഈ തൊട്ടുകൂടായ്മ തീട്ടുകൂടായ്മയൊക്കെ അവസാനിപ്പിച്ചാണ്. ഇപ്പോൾ അത് ബാക്കി നിൽക്കുന്നത് യുക്തിവാദി സഖ്യകളിലാണ് എനിക്ക് തോന്നുന്നത്. ഇവന്മാർ ഇടയ്ക്ക് ഇങ്ങനെ ഇന്ന ആളുണ്ടെങ്കിൽ ഞാൻ വരില്ല, ഇന്ന ആളുണ്ടെങ്കിൽ നമ്മൾ വരില്ല. അവൻ പഴയകാലത്ത് കുറച്ചു കാലം മുമ്പ് എൻ്റെ വീട്ടിൽ അച്ഛൻ സ്ഥിരമായി ശബരിമലയ്ക്ക് പോകും. ഇവൻ നടത്തിയ പ്രോഗ്രാമിൽ ജബ്ബാർ മാഷ് ഉൾപ്പെടെയുള്ള ഒരുപാട് പേര്, മുഹമ്മദ് ഖാൻ തുടങ്ങി ഒരുപാട്, ഞാൻ അതിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് പേര് പറ്റത്തില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ അതൊരു അച്ഛൻ മാത്രമല്ല, ചങ്ങാതിമാരുടെ വീടുകളാണ് ചുറ്റും, അവരൊക്കെ ശബരിമലയ്ക്ക് പോകും. അപ്പോൾ അവിടെ കാണുന്ന ഒരു കാഴ്ച 41 ദിവസത്തെ അതാണ്. മിനിമം ഒരു വട്ടെങ്കിലും പെണ്ണുങ്ങൾക്ക് മെൻസസ് വരുമല്ലോ. അപ്പോൾ ഈ മെൻസസ് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിത്തൊടൽ ഉണ്ടാവും, തൊടാൻ പാടില്ല. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചട്ടപ്പരയോ അല്ലെങ്കിൽ മണ്ണ് വെച്ചുള്ള ചുവരുകൾ വീടായിരിക്കും. അത് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഉണ്ണിപ്പുര പോലെ കെട്ടി ഭാര്യയെ മക്കളെങ്കിൽ അവിടെ കൊണ്ടെടുത്തു. കാരണം സ്വാമിയാണ്, സ്വാമിക്ക് ഇതൊന്നും പാടില്ല, സ്ത്രീകളുടെ ഈ മെൻസസായ പുള്ളിയുടെ ചൈതന്യം പോകും. അപ്പോൾ മറ്റു സ്വാമിമാർ ഈ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ അവർ പറയുന്നത്, കാര്യം നിങ്ങളുടെ ഭാര്യ അപ്പുറത്ത് ചെറിയ പെരയിലാണ് ഇരിക്കുന്നെങ്കിലും ഭാര്യയെ തൊട്ട കുട്ടി ഇയാളെ വന്ന് തൊടാലോ. അപ്പോൾ പ്രശ്നം ഇതുപോലെയുള്ള ഒരു സംഭവമാണ്. ഒരു പ്രഭാഷകൻ ഈ വേദിയിൽ വന്ന് അവിടെ ഇരുന്നാൽ മറ്റൊരാളെ അത് ബാധിക്കുമെന്ന് പറയുന്നത്. ടി എസ് ശിവകുമാർ ഈ ഇത്തരം പ്രചരണങ്ങളിൽ പെട്ട് എന്നെ വിളിച്ച് പറയാണ്,
അതെ, ഞാൻ വരുന്നില്ല. എന്താ സാറേ? അല്ല, അതെ, ഇസ്ലാമോഫോബിയ ഒക്കെ ഉള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത് ഫോൺ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു വെക്കല്ലേ, ഞാനത് പറയുന്നത് കേൾക്കും. ഞങ്ങളുടെ പരിപാടി ആകെ 2% ഉള്ളൂ. ഞങ്ങളുടെ ഒരു അഭിപ്രായത്തോട് കൂടി ചേർന്ന് നിൽക്കുന്ന ആളുകൾ മാത്രമേ പ്രസന്റേഷൻ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ബാക്കിയുള്ളത് ഡിസ്കഷനാണ്. കാലത്തിനനുസരിച്ച് മാറാത്തത് ഇസ്ലാമാണോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറാത്ത ഇസ്ലാമാണ് എന്ന് പറയുന്ന ഒരാൾ അയാൾ വിളിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന ചർച്ചയിലല്ല വരുന്നത്. ടി എസ് ചാകുമാർ അദ്ദേഹം പങ്കെടുക്കുന്നത് ആളുടെ ഇൻഡിവിജ്വൽ പ്രസന്റേഷനാണ്. ഇദ്ദേഹം ഉണ്ണിപ്പേരാണ്. ഈ ഉണ്ണിപ്പേരിലിരിക്കുന്ന ആളുടെ കാര്യം പറഞ്ഞാണ് വരാതിരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നടത്തി തൊട്ടുകൂടായ്മ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കേൾക്കുന്നതാണ് ഈ ചാനലിന്റെ പരസ്യം, ദി ലിബറൽ. ഇത് ഫുൾ ലിബറലാണ്. ഇവിടെ ഇങ്ങനെയുള്ള ഒരു പരിപാടി നടക്കില്ല. ഇങ്ങനെ ആളുകളെ വെറുതെ എന്തിനാണ് ഇങ്ങനെ ഒരു സി രവിചന്ദ്രൻ വന്നാലും ഇവിടെ ഓക്കെയാണ്, യാതൊരു പ്രശ്നമില്ല. പിന്നെ അപ്പോൾ ഇതൊക്കെ ചാനൽ പൈസ കിട്ടാൻ വേണ്ടിയാണ് ഈ പാഠം. അത് തെറ്റായൊരു, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകളാണ് അത് കാണുന്നത്. ഈ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ ആരിഫ്, ഭയങ്കരമാണ്, ലക്ഷക്കണക്കിന് പേര് ആളുടെ വ്യൂവേഴ്സ്. അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ ചില ആളുകളുണ്ട്, അവർ എല്ലാ ചാനലുകൾക്കും എത്ര വരുമാനം ഉണ്ടായിരിക്കുന്ന കണക്ക് കൂട്ടുണ്ട്. നമ്മുടെ ചാനലുകൾക്ക് എത്ര രൂപ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം. ഈ എല്ലാ വീഡിയോയ്ക്കും തമ്പനയിൽ ഇടണം, അതിനൊരാൾ പണിക്കെടുത്തിട്ടുണ്ട്, അതിന് കൊടുക്കാനുള്ള പൈസ. ഒരു മനുഷ്യൻ ഇതുകൊണ്ട് വീഡിയോ കൊണ്ട് നടക്കുന്നു, അത് യാത്ര ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം, ഇതൊക്കെ ചെയ്യുന്നതിനുള്ള വരുമാനം പോലും കിട്ടാതെ വളണ്ടറി ആയിട്ടാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കാൻ കാരണം എന്ന് വെച്ചാൽ, മുമ്പ് ഞങ്ങൾ യുക്തിവാദ പ്രവർത്തനത്തിന് 2019 ഇറങ്ങുമ്പോൾ യൂട്യൂബ് വന്ന കാലത്ത് ഈ അജേഷും വേറൊരു ബാൻസറി എന്ന് പറഞ്ഞ 2 പേരും കൂടിയിട്ട് വിശ്വനാഥൻ ഡോക്ടറുടെയും രവിചന്ദ്രന്റെയും വീഡിയോകൾ എടുത്ത് ഇവർ തന്നെ ഇരുന്ന് എഡിറ്റിംഗ് പഠിച്ച് ഇവരത് പ്രക്ഷേപണം ചെയ്യാൻ ചെയ്തത്. അങ്ങനെ ഇവർ ഒരു ഫ്രീ തിങ്കേഴ്സ് ഫോറം എന്ന ഒരു പേരിൽ അത് ഇങ്ങനെ കുറേ നാൾ അത് ഇട്ടിട്ടാണ് ആളുകൾ, നിങ്ങൾ ആദ്യം കാണുന്ന എല്ലാ വീഡിയോകളും ഇവർ 2 പേര് ചെയ്തതാണ്. പിന്നീട് 2019 രവിചന്ദ്രനുമായിട്ട് ഞങ്ങൾ ഒരു ആശയമായ ചില പ്രശ്നങ്ങളുടെ പേര് ഞങ്ങൾ മാറിയപ്പോൾ ഞങ്ങൾ അന്ന് ചെയ്ത അതേ വളണ്ടറി പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആളുകൾ കുറേ ലക്ഷക്കണക്കിന് പേര് കണ്ട് കുറേ പൈസ കിട്ടിയാൽ ഞങ്ങൾ വേണ്ടതൊന്നും പറയില്ല, പക്ഷേ നിങ്ങൾ അറിയിച്ചിരിക്കും. അങ്ങനെ കിട്ടുന്നില്ല. ഇപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയായിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ ചെയ്യുന്നത് വളണ്ടറി ആയിട്ടുള്ള വർക്കാണ്, നിങ്ങളത് വിശ്വസിക്കണം. എത്ര തന്നെ തൊക്കി പിടിച്ചാലും എത്ര തന്നെ തലകുത്തി മറിഞ്ഞാലും പൊന്നു മാഷേ, ഈ പറയുന്ന വാണത്തിനെ ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ യുക്തിവാദികൾ നല്ല ഒരു മനുഷ്യജീവി പോലും നിന്റെ ഒപ്പം തീരത്തില്ല. ഒന്നാമത്തെ കാര്യം, മതവിമർശനം ഒരു കുറ്റമൊന്നുമല്ല. മതവിമർശനം ഇവിടെ ഒരുപാട് പേര് നടത്തിയിട്ടുണ്ട്. സനൽ ഇടമറുകൻ്റെ അപ്പൻ ജോസഫ് ഇടമറുകാണ് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി നല്ലപോലെ പറഞ്ഞിട്ടുള്ളത്. എല്ലാ മതങ്ങൾക്കെതിരെയും ശക്തമായി പ്രതികരിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഈ നാട് വിട്ടു പോകേണ്ടി ഒന്നില്ല, ആരും അകറ്റി നിർത്തുന്നില്ല, ഒന്നുമില്ലായിരുന്നു. യുക്തിവാദികൾ, അതേപോലെ ഒരുപാട് യുക്തിവാദികളെ ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം. സഹോദരനയ്യപ്പൻ തൊട്ട് ഒരുപാട് മനുഷ്യർ, നവോത്ഥാന നായകന്മാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുള്ള ഒരു നാടാണ് നമ്മുടേത്. അവരാരും തന്നെ മതത്തിനെതിരെയോ ജാതീയ വർഗീയതയ്ക്കെതിരെയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. ഈ നാട്ടിൽ സ്വസ്ഥമായി പോകാൻ പറ്റും. കാരണം നവോത്ഥാനം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള അത്രയും മോശപ്പെട്ട ഈ ഗോത്ര ആചാരങ്ങൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ്. ഇവൻ പറയുന്ന രീതിയിലൊരു ഗോത്ര രീതി ഇന്ന് ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇസ്ലാമോഫോബിയ പറഞ്ഞാൽ മാത്രം അക്സെപ്റ്റൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് അവൻ ഈ പോക്രിത്തരം അത്രയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതിലെ ഇസ്ലാം വിഭാഗം വളരെ മൗനമായിരിക്കുകയും സഹിഷ്ണുതയോടെ സഹിക്കുകയും ചെയ്യുന്നിടത്ത് ഇവൻ ജയിച്ച് കയറുകയാണ്. ഈ സംഘികൾ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പല കാര്യങ്ങളും വസ്തുതാപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അന്വേഷിക്കുമ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഉള്ളിടത്ത് വീണ്ടും വീണ്ടും കളവുകൾ മാത്രം, ഒരു നാണവുമില്ല, ഒരു കൂസലും ഇല്ലാതിരുന്ന് പറയുന്ന ഇവനെ കൊണ്ട് നടന്നാൽ ദൂരെ ഇവനെ ചുമന്നവന് നാറും എന്നൊരവസ്ഥയിലേക്ക് താങ്കൾ എത്തി എന്നുള്ളതാണ്. പിന്നെ താങ്കളുടെ ഉള്ളിലുള്ള സംഗീതമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. കൂടുതൽ വേണമെങ്കിൽ ഞാൻ വിശദമായിട്ട് പറയാം. ഇവനെ ചുമന്നുകൊണ്ട് നടന്നാൽ ഇത് തന്നെയാണ്. അത് മാത്രമല്ല, ഇവൻ്റെ കൂടെ വന്നിരിക്കാൻ ഒരു യുക്തിവാദിയും തയ്യാറാവില്ല. അത് ഇസ്ലാമിൽ നിന്ന് വിട്ട യുക്തിവാദിയാണെങ്കിലും ഇനി ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്ന യുക്തിവാദിയാണെങ്കിലും, അതായത് എക്സ് മുസ്ലിമായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇസ്ലാമിൽ തന്നെ ഉള്ളവരും യുക്തിവാദ ചിന്ത കൊണ്ടു നടക്കുന്ന, പുറത്തു പറയാൻ ആഗ്രഹിക്കാതെ അവരുടെ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു മാറാൻ പറ്റാത്ത ഒരാഗ്രഹമുള്ളവരും അങ്ങനെ വെളി പറയാതിരിക്കുന്നവരെയും കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആകെ മൊത്തത്തിൽ അതിനകത്തുള്ള ഗോത്രീയത പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ, പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ അടങ്ങുന്നതേ ഉള്ളൂ. അതിനെ അങ്ങനെയല്ല, അവർ ഭീകരരാണ്. ഇപ്പം തന്നെ അവൻ്റെ പോസ്റ്റ് കണ്ടില്ലേ, 88,000 പേര് പൊട്ടിത്തെറിക്കാൻ നടക്കണമെന്ന്. ഞാനില്ല അതിനകത്ത്. എന്തായാലും എൻ്റെ കുടുംബത്തിലാരും പൊട്ടിത്തെറിക്കാൻ നടക്കുന്നില്ല. ഇവൻ പൊട്ടിത്തെറിക്കാൻ നടക്കുന്നതാണ് അർത്ഥം. കൂടെ കൊണ്ടു നടക്കുന്നതൊക്കെ കൊള്ളാം. ഇവ എപ്പം വേണോലും നിന്നെയൊക്കെ തല്ലിക്കൊല്ലും. ഈ സൈക്കോകളാണ് എക്സ് മുസ്ലിംസ്, അത് മനസ്സിലാക്കുക. ഒരു പകുതിയിലുള്ളവർ മാത്രമേ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് നിൽക്കുന്നുള്ളൂ. അവർക്കും ഇവരൊക്കെ തന്നെ അവർ ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് തിരിച്ച് നടക്കുന്ന മനുഷ്യരാണ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതായാലും സജീവൻ അന്തിക്കാടിന് നല്ല ഏറ്റ അടിയാണ് എല്ലാ യുക്തിവാദികളിലൂടെ ചേർന്ന് കൊടുത്തത്. നെറ്റിയടി കൊടുത്തു, ഒന്നും മിണ്ടാൻ വയ്യാതെ അന്തം വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ എക്സ്പ്ലനേഷൻ, അത് ചാനലിന് വേണ്ടിയിട്ടില്ലെന്ന്. ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷെ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ എക്സ്പ്ലനേഷൻ തന്നു. 100% ചാനലിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും അത്യാവശ്യം അവൻ്റെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുമാണ് ഇത്തരം പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് പോകുന്നവർ എന്തോ സംഭവങ്ങൾ ഇവർ പറയാൻ പോകുന്നു, ഇത് കേൾക്കാൻ പോകുന്നു. ഇതിനകത്ത് മെജോറിറ്റി പറയുന്നത് ഇസ്ലാമിന് എതിരാണ്.
ഞങ്ങൾ കേട്ട് കേട്ട് മടുത്തു. നിങ്ങൾ പുതിയ വേറെന്തെങ്കിലും പറയുക. മറ്റു മതവിഭാഗങ്ങളിലുള്ള പ്രോബ്ലംസ് കൊണ്ട് എടുത്ത് പറയുകയാണെങ്കിൽ കേൾക്കാനും ഒരു സുഖം ഉണ്ടാവും, ഞങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് ഞങ്ങളുടെ മതത്തിൻ്റെ കാര്യം ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. മൊത്തം കുഴപ്പമാണ്. മുഹമ്മദീയരെ എല്ലാം പ്രശ്നക്കാരാ, അവരെല്ലാം നാട് കടത്തണം, അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ബാക്കിയുള്ളവരുടെ കയറാം. ഇത് കന്യാസ്ത്രീ മഠത്തിനെ പറ്റി പറ, അതൊക്കെ നമുക്ക് കേൾക്കാനുള്ളതാണ്. ഇവിടെ ഒരു ആൾ ദൈവം ജീവിച്ചിരിക്കുന്നത്, അതിനെപ്പറ്റി വല്ലതും പറയണം. അമൃതാനന്ദ മൈക്കുയി അവരെ പറ്റി വല്ലതും പറയാനുണ്ടോ? അതൊന്നും നിങ്ങളുടെ വായിൽ വരത്തില്ല. ഇസ്ലാമോഫോബിയ ഓക്കെയാണ്. ഇസ്ലാമിനെതിരെ പറയുകയാണെങ്കിൽ അക്സെപ്റ്റൻസും കിട്ടും, പൈസയും കിട്ടും, കയ്യടിയും കിട്ടും, ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യും. രവി അണ്ണനിൽ നിന്ന് മാറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ സംഗീതം മാറുമെന്ന് പറഞ്ഞാൽ രവി എവനെ ഉപേക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ രവി സംഗി മാറി ചിന്തിക്കും. ഇവനാണ് സംഗി, യഥാർത്ഥ സംഗി നിന്റെ കൂടെ ഇരിക്കുന്ന ആരിഫ് മുഹമ്മദാണ്. ആരിഫ് മുഹമ്മദല്ല, ആരിഫ് ഹുസൈൻ. പേരുകൾ മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡാണ്. എനിക്ക് എപ്പോഴും ഇപ്പോൾ പേര് കൺഫ്യൂഷൻ വരും. ആരിഫ് മുഹമ്മദ്, ആരിഫ് ഹുസൈൻ, എല്ലാം ആരിഫാണ്. അതുകൊണ്ടാണ്. ഏതായാലും അണ്ടിക്കഥ യൂട്യൂബറാണ് ഇവൻ്റെ ചാനലിൽ ഈ ഇടയ്ക്ക് വന്നൊരു ഇത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് നല്ല തമാശ. ഒരു കൊച്ചു ഇറക്കാൻ വിളിച്ച് ചോദിക്കുകയാണ്, അത് പിന്നെ നമുക്കവിടെ ഹൂറികൾക്കൊപ്പം കൊച്ചു കുട്ടികളെയും കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഏത് പുസ്തകത്തിലാണ് എന്തോ ഈ കൊച്ചു കുട്ടികളെ കിട്ടുന്ന കാര്യം പറയണം. ഞാൻ കണ്ടിട്ടില്ല. ഹൂറികളെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ ചെന്നാൽ ഹൂറികളെ കിട്ടും, 72 എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് എന്തരാണോ എന്തോ. എന്തായിരുന്നാലും ആ ചെറുക്കം വിളിച്ചത് എന്തിനാണെന്നറിയാമോ? അവന് റോക്കറ്റ് വിടണം. റോക്കറ്റ് വിടണമെങ്കിൽ അവനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ വർത്തമാനം പറയണം. അവൻ നോക്കുമ്പോൾ ഒന്നീ കമ്പിക്കഥ യൂട്യൂബർ കാമിത, അല്ലെങ്കിൽ അൽ കമ്പിക്കഥ യൂട്യൂബർ ആരിഫ്. രണ്ടിലാരെന്ന് വെച്ചപ്പോൾ ആരിഫാണ് കുറച്ചുകൂടെ ഓക്കെ, ലൈവായിട്ട് വോയിസ് കിട്ടുമല്ലോ. അങ്ങനെ അവനെ വിളിച്ച് അത്യാവശ്യം അവൻ്റെ റോക്കറ്റ് അവൻ വിക്ഷേപിച്ചത് ആണ് നമ്മൾ കണ്ടത്. അത് അവൻ വീഡിയോ ആക്കി ഇട്ടിരിക്കുന്നു. ഇത്രയും നാണം കെട്ടൊരു ജന്മം. ഇവനെ എല്ലാം മുച്ചിലീം എന്ന് പറയുകയല്ല, യുക്തിവാദി എന്ന് പറയുകയല്ല, അത് ഇവനെയൊക്കെ മനുഷ്യനെന്നേ പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള പ്രവർത്തികളാണ് അവൻ പറയുന്നത്. എടാ, ഒരു പരിധിക്കൊക്കെ അല്പം തള്ളിയാൽ നല്ലതാണ്. എവറസ്റ്റോടും കൂടി തള്ളിയിടുന്ന കണക്കുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്ന നിന്നെപ്പോലൊരു ദുരന്തം വേറെ ഇല്ലെന്നേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ. നന്ദി, നല്ല നമസ്കാരം.